ശബരിമലയിലെ സ്വർണ്ണ മോഷണ കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അറസ്റ്റിൽ. അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രാഥമിക ചോദ്യം ചെയ്യലിന് പിന്നാലെ മുരാരി ബാബുവിനെ SIT കസ്റ്റഡിയിലെടുത്തത് പെരുന്നയിലെ വീട്ടിൽ നിന്ന്. സ്വർണം പൊതിഞ്ഞ പാളികൾ ചെമ്പെന്ന് എഴുതിയത് മുരാരി ബാബു. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയുമായി മുന്നോട്ടു പോകാൻ സർക്കാർ. CPI-യുമായുള്ള വിയോജിപ്പ് ചർച്ച ചെയ്ത് പരിഹരിക്കും. പദ്ധതിയിൽ ചേരുന്നതിൽ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ആശങ്ക അറിയിച്ചിരുന്നു. താമരശ്ശേരി ഫ്രഷ് കട്ട് കേന്ദ്രത്തിനെതിരെ പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ കൂടുതൽ പേർക്കെതിരെ കേസെടുത്ത പോലീസ്. കേസെടുത്തത് സ്ഥാപനത്തിലെ ജീവനക്കാരന്റെ പരാതിയിൽ. സമരസമിതി പ്രവർത്തകരായ 28ഓളം പേരെ കേസിൽ പ്രതി ചേർത്തു. കമ്പിവടികളും മാരകായുധങ്ങളും ഉപയോഗിച്ച് ജീവനക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. താമരശ്ശേരിയിൽ വീടുകൾ കേന്ദ്രീകരിച്ച പോലീസിന്റെ വ്യാപക റെയ്ഡ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ശിവഗിരിയിൽ ഗുരുദേവ സമാധിയുടെ ശതാബ്ദി ഉദ്ഘാടനം ചെയ്യും. രാവിലെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം പാലാ സെന്റ് തോമസ് കോളേജിലെ പരിപാടിയിലും പങ്കെടുക്കും. തിരുവനന്തപുരത്തും കോട്ടയത്തും ഗതാഗത നിയന്ത്രണം. ബീഹാറിലെ ആശയക്കുഴപ്പങ്ങൾക്ക് വിരാമം. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി തേജസ്വിയെ കോൺഗ്രസ് അംഗീകരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. നാളെ മുതൽ മഴയുടെ ശക്തി കുറയും. തൃശൂർ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും. രണ്ട് റഷ്യൻ എണ്ണ കമ്പനിക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ എന്നീ 2 കമ്പനികൾക്കാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. നീക്കം റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗം. ഉചിതമായ തീരുമാനമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.